ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്ക ദിനത്തിന്റെ 5-ാം ദിവസത്തിലാണ് നമ്മള്. ഓരോ ദിവസവും അടുത്തു വരും തോറും പുൽക്കൂട്ടിൽ പറന്ന ഉണ്ണിയെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു കൊതിയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലായിടത്തും ഈശോയുടെ അനുഗ്രഹങ്ങള് കർത്താവ് ചൊരിയുന്നുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങള് ദൈവം തരാത്തതായി നമുക്ക് ആർക്കും ഒന്നുമില്ല. പൗലോസ്ലീഹായിലൂടെ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, എല്ലാം ദാനമായിരിക്കെ ഒന്നും ദാനമല്ലെന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ദൈവം ഒരുപാട് ബ്ലെസ്സിങ് നമ്മുടെയൊക്കെ ജീവിതത്തിലോട് തന്നിട്ടുണ്ട്. പക്ഷെ പലതും ദാനമാണെന്ന് മനസ്സിലാക്കാതെയുള്ള ഒരു യാത്ര നമ്മളിൽ പലർക്കും ഉണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ഇന്ന് ഈ 5-ാം ദിനത്തില് ദൈവം തന്ന വലിയ അനുഗ്രഹങ്ങളെ, ഒരുപക്ഷെ ഏറ്റവും തീരെ ചെറിയവളായ എന്നെ ദൈവം അനുഗ്രഹത്താൽ പൊതിയുന്നതോർത്ത് സന്തോഷിക്കാൻ ഒരു ദിവസമായിട്ട് ദിവസം മാറട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെറിയവരെ ദൈവം സന്ദർശിച്ചതാണ് നമ്മുടെ ആട്ടിടയര്. അവരെ ഒത്തിരി സന്തോഷത്തോടെയാണ് ദൈവത്തിന്റെ ദൂത് കേട്ടത്. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് അവര് ദൈവത്തിന്റെ ദൂത് കേട്ടു എന്ന് നമ്മുടെ വചനത്തിൽ വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 15 മുതലുള്ള വചനങ്ങൾ നമ്മളിങ്ങനെ കാണുകയാണ്. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തിന്റെ ഒരു ദൂത് ലഭിച്ച ആട്ടിടയര് ദൈവത്തിന്റെ ആ വലിയ ദൂത് എന്താണെന്നറിഞ്ഞ് അതിനോട് പ്രതികരിക്കാൻ, അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമകളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്രയോ വചനങ്ങൾ കേൾക്കുന്നു, എത്രയോ വചന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു, എത്രയോ ദൈവാരാധനയിൽ നമ്മൾ പങ്കെടുക്കുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, നിന്റെ ദൂതുകൾ ഞങ്ങൾ കേൾക്കുമ്പോൾ, നിന്റെ വചനങ്ങൾ ഞങ്ങൾ കേൾക്കുമ്പോൾ, നിന്റെ പ്രമാണങ്ങൾ ഞങ്ങൾ കേൾക്കുമ്പോൾ അതിനോട് പ്രത്യുത്തരിക്കാനുള്ള ഒരു ഹൃദയം. നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് അറിയിച്ച ഈ സംഭവം നമുക്ക് പോയി കാണാം. അതായത് ദൈവം നമ്മളെ ചില കാര്യങ്ങൾ അറിയിക്കുമ്പോൾ അതിനുള്ള യാത്രകള്, ദൈവഹിതത്തിന്റെ മുമ്പിൽ കീഴടങ്ങാനുള്ള ഒരു യാത്രകള്, ദൈവഹിതം അനുവർത്തിക്കാനുള്ള ഒരു യാത്രകള്, അതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമുക്ക് അതൊക്കെ കുറഞ്ഞു പോവുകയാണ്. ഈശോയുടെ ഹിതം അന്വേഷിക്കുന്ന ഒരു തലത്തിൽ നിന്നും നമ്മളൊക്കെ ഒത്തിരി മാറി പോകുന്നു. ഈശോയെ, ആട്ടിടയരെ പോലെ എന്റെയും ജീവിതത്തിൽ ദൈവം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ, അതിനോട് പ്രത്യുത്തരിക്കാനുള്ള വലിയൊരു കൃപ കർത്താവെ ഈ ദിവസം എനിക്ക് തരണേ ഈശോയെ. ആ ഒരു വലിയ കൃപ നമുക്ക് ഈ ഡിസംബർ 5-ാം തീയതി, ഈ ക്രിസ്മസ് ഒരുക്ക ദിനത്തിന്റെ 5-ാം ദിവസം ചോദിച്ചു മേടിക്കാം. ഈശോയെ, അതിനായി എന്നെ യോഗ്യമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ ഈശോയുടെ വലിയ സന്തോഷം, തിരുക്കുടുംബം മുഴുവൻ ദൈവഹിതത്തിന്റെ മുമ്പിൽ കീഴടങ്ങിയവരാണ്. ദൈവഹിതം അവരെ സ്വർഗത്തിന്റെ വലിയ കവാടത്തിലേക്ക്, സ്വർഗീയ കവാടത്തിന്റെ വലിയ കൃപയിലേക്ക് ആ കുടുംബത്തെ നയിച്ചെങ്കിൽ, ദൈവം ഒത്തൊരുമിച്ച ഒരു കുടുംബമായി തിരുക്കുടുംബം മാറിയെങ്കിൽ, നമ്മുടെയും ജീവിതത്തില് നമുക്കും ദൈവഹിതത്തോട് പ്രത്യുത്തരിക്കാനുള്ള കൃപ ചോദിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്പെട്ടവരെ, ദൈവം അത് കൊടുക്കും. ജീവിതത്തില് അത്രത്തോളം ദൈവത്തെ കണ്ടുമുട്ടാൻ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിറയുന്ന ഈശോ മറ്റുള്ളവർക്ക് ഈശോയെ കണ്ടുമുട്ടാനുള്ള വഴി ഒരുക്കുമെന്ന് ഒത്തിരി അനുഭവങ്ങൾ കൺമുമ്പിലുണ്ട്. ഇപ്പൊ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഈശോയെ ഇന്ന് അനുഭവിക്കാൻ ഇടയാക്കാൻ ഒരു ഉപകരണമാക്കി മാറ്റണേ എന്റെ ഈശോയെ. അതിനായി നീ എന്നിൽ ജീവിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.